കഞ്ചിക്കോട് മദ്യനിർമ്മാണശാലയ്ക്കെതിരെയുള്ള സിപിഐയുടെ എതിർപ്പ് പരസ്യമാക്കി പാർട്ടി മുഖപത്രത്തിൽ ലേഖനം. കർഷക തൊഴിലാളികൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കിയെന്ന് ജനയുഗ പത്രത്തിൽ വിമർശനം. പാർട്ടി ദേശീയ കൌൺസിൽ അംഗം സത്യൻ മൊകേരിയാണ് ലേഖകൻ. വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടുനൽകിയാൽ നെൽകൃഷി ഇല്ലാതാകും. സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ലേഖനത്തിൽ പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നാണ് ലേഖനത്തിൽ പറയുന്നത്. ഈ ഒരു സിപിഐയുടെ എതിർപ്പ് പരസ്യമായി തന്നെ പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? ഈ പ്ലാന്റിന് പ്രാഥമികമായിട്ട് സർക്കാർ അനുമതി നൽകി എന്ന വിവരം പുറത്തു വന്നതിന് ശേഷം പല കുറി സിപിഐയോട് അവരുടെ പ്രതികരണം എന്താണ്, നിലപാട് എന്താണെന്ന് ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് അത് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളിൽ എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടെങ്കിൽ അത് സിപിഐ സംസ്ഥാന സെക്രട്ടറി പുറത്ത് പരസ്യമായിട്ട് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ജനയുഗം പത്രത്തിൽ തന്നെ അത്തരത്തിൽ വിമർശനപരമായിട്ടുള്ള ലേഖനങ്ങളോ ഒക്കെ തന്നെ ഉണ്ടാകാറുള്ളതാണ്. പക്ഷേ ഈ കഞ്ചിക്കോട് മദ്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പാലക്കാട്ടെ പ്രാദേശിക സിപിഎം നേതാക്കൾ ഉൾപ്പെടെ പ്ലാന്റിന് വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സിപിഐ നേതാക്കളും പരസ്യമായിട്ട് അത്തരത്തിൽ വിമർശനം അറിയിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എക്സിക്യൂട്ടീവിൽ അത് ഈ ഒരു എതിർപ്പിന് അംഗീകാരം ലഭിക്കുക ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനോട് തന്നെ ഈ എതിർപ്പ് മുന്നണിയിൽ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം പാർട്ടിക്കകത്ത് കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ജനയുഗത്തിൽ പരസ്യമായിട്ട് തന്നെ സിപിഐ തങ്ങളുടെ ഒരു നിലപാട് അറിയിക്കുന്നത്, പരസ്യമായിട്ട് ഈ മദ്യ പ്ലാന്റിനെതിരെ ഒരു വിമർശനം ഉയർത്തുന്നത്. ദേശീയ കൌൺസിൽ അംഗം സത്യൻ മൊകേരിയാണ് ഇത്തരത്തിലൊരു ലേഖനം അത് പാർട്ടി മുഖപത്രത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കർഷകർക്കും കർഷക തൊഴിലാളികളും ഈ മദ്യ പ്ലാന്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് ആശങ്ക അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ലേഖനത്തിൽ എടുത്തു പറയുന്നത്. ഈ മദ്യ പ്ലാന്റ് വരാൻ പോകുന്ന പ്രദേശം അത് ആ പ്രദേശത്തെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഭൂഗർഭജലം അത് വളരെ കുറവുള്ള ഒരു മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ പ്രദേശവാസികളടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്, ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ നെൽവയൽ അത് കൃഷിക്ക് ഉപയോഗിക്കണോ അതോ മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കണോ എന്നുള്ളൊരു ചോദ്യം കൂടി സത്യൻ മൊകേരി ലേഖനത്തിൽ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം എന്നൊരു ആവശ്യം കൂടിയാണ് പാർട്ടി മുഖപത്രത്തിലൂടെ സിപിഐ മുന്നോട്ട് വെക്കുന്നത്. തങ്ങളുടെ എതിർപ്പ് അത് പരസ്യമായിട്ട് തന്നെ സിപിഐ ഇപ്പോൾ മുന്നോട്ട് വെച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സിപിഐ മാത്രമല്ല, ജനതാദൾ എസിനകത്തും അത്തരത്തിലുള്ള ചില എതിർപ്പുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ക്യാബിനറ്റിലടക്കം തങ്ങളുടെ എതിർപ്പുകൾ അത് സിപിഐയോ അല്ലെങ്കിൽ ജനതാദൾ എസോ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. മുന്നണിക്കകത്തും തങ്ങളുടെ എതിർപ്പ് അവർ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കെ കൃഷ്ണൻകുട്ടി മന്ത്രിക്കെതിരെയാണ് JDS ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കോള കമ്പനിക്കെതിരെ അടക്കം പ്ലാച്ചിമട സമരത്തിലടക്കം വലിയ രീതിയിലുള്ള പിന്തുണ നൽകുകയും ആ കമ്പനി അവിടെ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ഇത്തരത്തിലൊരു മദ്യനിർമ്മാണ കമ്പനി അത് പാലക്കാട് കഞ്ചിക്കോട് വരാനിരിക്കുന്നതിൽ ഒരു എതിർപ്പ് അത് കെ കൃഷ്ണൻകുട്ടി മന്ത്രിസഭയിൽ പ്രകടിപ്പിച്ചില്ല എന്ന വിമർശനമാണ് JDSൽ ഉയരുന്നത്. അത് ജില്ലാ സെക്രട്ടറിമാർ, സംസ്ഥാന സെക്രട്ടറി അത്തരത്തിലുള്ള വിമർശനം അറിയിക്കുകയും മന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാന ഭാരവാഹി യോഗം ചേരുകയാണ്. ആ യോഗത്തിൽ മന്ത്രിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നൊരു ആവശ്യം JDSലെ നേതാക്കൾ ഉയർത്തുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിപിഐ തങ്ങളുടെ എതിർപ്പത് പരസ്യമായിട്ട് പറഞ്ഞ് രംഗത്ത് വരുന്നു എന്നുള്ളത് തന്നെയാണ്.